ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ റജബ് 25 നോമ്പായതുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ബീഫ് കറിയും കുഞ്ഞിപ്പത്തലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. വേറെ സ്നാക്കായിട്ടൊന്നും ഉണ്ടാക്കാൻ ഇന്ന് പ്ലാൻ ചെയ്തില്ല. അപ്പം ഞാനിതാ ബീഫ് കറിക്കുള്ള ഉള്ളിയൊക്കെ മുറിച്ചിട്ടാണ് യാമിനെ താഴത്ത് ഇരുത്തിയിട്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. അതെടുക്കാൻ അങ്ങോട്ട് നോക്കി അവനോട് സംസാരിക്കുന്നത്. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ച് ഞാൻ അതാ വെള്ളം മുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുക്കിങ്ങിനൊക്കെ വെള്ളം മുക്കിയിട്ടാണ് എടുക്കൽ. ഉമ്മക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ എനിക്കും അതന്നെ ശീലമായിപ്പോയി. പിന്നെ ആദ്യത്തെ ഒരു വ്ളോഗ് എന്നുള്ള നിലക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ കേട്ടത്. അപ്പോൾ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, എല്ലാവരും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. വെള്ളം മുക്കി വരുന്ന ടൈമിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില വറുക്കുകയാണ് ബീഫിലേക്ക് ഇടാനുള്ള. ഒരുപാടൊന്നുമില്ല, നമ്മളെ ചെറിയ ആവശ്യങ്ങൾക്കുള്ളത് കിട്ടുന്നുണ്ട്, അത്ര തന്നെ. ഞാനിത് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഇത് ചോപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് പാലൊന്നും പ്രയോഗിച്ചാൽ പോരാ, പക്ഷേങ്കിൽ എളുപ്പമാണ്, വേഗം പരിപാടി ചെയ്യും. അപ്പോൾ അത് ചോപ്പ് ചെയ്യണ മുന്നേ തന്നെ ഞാൻ ഗ്യാസിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി പൊടി വാട്ടാനുള്ള. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പൊടിയിട്ട് അത് വാട്ടിയെടുക്കുകയാണ്. അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ച് ഞാനിത് ബീഫ് വെക്കാനുള്ള കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് കറീൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, എല്ലാവർക്കും അറിയണതല്ലേ. ഇനിയിപ്പോൾ അഥവാ ഞാൻ വെക്കണ മോഡലിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് പിന്നെ ബീഫും മസാലയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പം അതവിടെ മൂടി വെച്ച്. ആ ടൈമിൽ പിന്നെ ഞാൻ കുഞ്ഞിപ്പത്തലിനുള്ള പൊടി കുഴച്ചെടുത്ത് പിന്നെ ഞാൻ യാമിന് ഉറക്കാനും പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് വന്നേരാണ് അടുപ്പ് കത്തിച്ചത്. അപ്പോൾ കുഞ്ഞിപ്പത്തൽ വേവിക്കാനുള്ള ഇതാണ് കേട്ടോ അവിടെ കത്തിച്ചത്. അപ്പോൾ ഉമ്മ അപ്പുറത്തുനിന്ന് കൂവെള്ളം ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മനപ്പോൾ വീഡിയോ എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഭാവിയിൽ വരുമോ എന്നറിയില്ല. ഇപ്പോൾ ഏതായാലും എടുക്കണമെന്ന് പറഞ്ഞപ്പം ഉമ്മനെ ഞാൻ വീഡിയോ എടുത്തില്ല. കൂവെള്ളം ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിക്കാണ്ട്, പാല് കാച്ചി കഴിഞ്ഞിട്ട് ഒഴിക്കാമെന്ന് പറഞ്ഞമ്മ. ഉമ്മ ഉണ്ടാക്കി തന്നെ പൊടിയാണ് കേട്ടോ, കൂവപ്പൊടി. പിന്നെ ഇതാ ഞാൻ ബീഫിലേക്ക് കുറച്ച് ചപ്പും പൊതിനയും ഇട്ടെടുക്കുന്നുണ്ട്. ഞാൻ അടുപ്പ് കത്തിക്കുന്ന ടൈമിൽ ഉമ്മ അതാ കുഞ്ഞിപ്പത്തലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ല എക്സ്പീരിയൻസാണ്, കാരണം നമ്മുടെ നാട് വടകരയാണ്. വടകരത്തെ സ്പെഷ്യൽ ഐറ്റമാണല്ലോ ഈ കുഞ്ഞിപ്പത്തൽ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു നമ്മൾ കുഞ്ഞിപ്പത്തലാക്കാമെന്ന്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണിത്. അപ്പോൾ ഞാനും പിന്നെ അത് അമ്മൻ്റെ കൂടെ കൂടി. ഞാനും ഉമ്മയും ചെയ്യണത് കണ്ട് പൂതി കയറി ഇതാ മോളും തുടങ്ങിയാണ് ചെയ്യാൻ. ഞാൻ വിചാരിച്ചതൊക്കെ ചെയ്യാൻ കഴിയൂലെന്നാണ്, പക്ഷേ അവളോട് പറ്റുന്ന രീതിയിൽ നല്ലോണം തന്നെ ഓളും ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണല്ലോ ഓരോന്ന് പഠിക്കുക. ഇങ്ങനെ ഒരു ദിവസം കൂടെ കൂടിയിട്ട് സമൂസൻ്റെ ഫില്ലിങ് നിറയ്ക്കാനും ഓള് പഠിച്ചെടുത്താണ്. അങ്ങനെ ഇതാ പത്തലൊക്കെ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ബാങ്ക് കൊടുക്കാനൊക്കെ ആയി വരുന്നത്. പിന്നെ ഇതാ ദില്ലും യാമിയും ഇവിടുന്ന് നല്ല കളിയിലാണ്. യാമിക്ക് ഇഷ്ടമാണ് ദില്ലുവിൻ്റെ കൂടെ കളിക്കാൻ. അങ്ങനെ ആ പത്തലിലേക്ക് തേങ്ങാൻ്റെ അരവും ബീഫും ഒക്കെ ഇട്ട് ചേർത്ത് മിക്സ് ചെയ്ത് അതവിടെ മാറ്റി വെച്ച്. പിന്നെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിതാ വന്ന് ചാവടിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എത്ര ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ തന്നെ വേണം.